Hi students, I am Prashant B. Chandran, Assistant Professor in Automobile Engineering Department, SN80 Ador. Today I am teaching you about analysis of heat exchanger, that is mainly LMTD method. Okay, analysis of heat exchanger. Regarding heat exchangers, we can make analysis in them by mainly two methods. That is, there are two methods for the analysis of heat exchangers. They are one LMTD method and second one is NTU method. In this session, we are going to discuss about LMTD method. Okay, LMTD method. LMTD method is the abbreviation of logarithmic mean temperature difference method. Logarithmic mean temperature difference method, that is LMTD method. Okay, before discussing about LMTD, we are first focusing about our parallel flow heat exchanger. That is LMTD method for a parallel flow heat exchanger. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഡ്രോയിങ് എ ഡയഗ്രാം ഫോർ എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ദറ്റ് ഈസ് എ ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ വിത്ത് പാരലൽ ഫ്ലോ. ഫസ്റ്റ് ഐ എം ഡ്രോയിങ് ദ ട്യൂബ് സൈഡ്. ട്യൂബാണ് ഞാനിപ്പോൾ വരച്ചത്. ട്യൂബിൻ്റെ മുകളിൽ ഷെല്ല് വരയ്ക്കുന്നു. ഇപ്പോൾ ഷെല്ല് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഷെല്ലിൽ ഫ്ലൂയിഡ് അകത്തോട്ടും പുറത്തോട്ടും പോകാറുള്ള പാസേജാണ് ഇപ്പോൾ വരച്ചത്. ആ കാണുന്നതാണ് നമ്മുടെ ട്യൂബ്. ഇത് ഷെല്ല്. അടുത്തത് ഇതിനകത്തോട്ട് ട്യൂബിനകത്ത് നമ്മുടെ കോൾഡ് ഫ്ലൂയിഡാണ് ഫ്ലോ ആവുന്നത്. കോൾഡ് ഫ്ലൂയിഡ് ഇന്ന്, ഇതിനകത്തോട്ട് കോൾഡ് ഫ്ലൂയിഡ് ഔട്ട്. ഓക്കെ, ട്യൂബിനകത്ത് കോൾഡ് ഫ്ലൂയിഡാണ് ഫ്ലോ ആവുന്നത്. അത് ഷെല്ലിനകത്ത് ഹോട്ട് ഫ്ലൂയിഡ് ഇൻ, ഹോട്ട് ഫ്ലൂയിഡ് അകത്തോട്ട് പോകുന്ന പാസേജാണ് വരച്ചത്. അടുത്തത് ഹോട്ട് ഫ്ലൂയിഡ് പുറത്തോട്ട് പോകുന്ന പാസേജിനാണ് വരച്ചത്, ഹോട്ട് ഫ്ലൂയിഡ് ഔട്ട്. ഇനി രണ്ട് ഫ്ലൂയിഡും ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതാണ് ആരോസ് കാണിക്കുന്നത്. ഓക്കെ, ആരോസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഷോസ് that both of the fluids are flowing in the same direction. That is why this type of heat exchanger is called as a parallel flow heat exchanger. രണ്ട് ഫ്ലൂയിഡും ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ആവുന്നത് കൊണ്ടാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, hot fluid flows in the shell and cold fluid flows in the tube. അതായത് ഹോട്ട് ഫ്ലൂയിഡ് ഷെല്ലിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നു, കോൾഡ് ഫ്ലൂയിഡ് ട്യൂബിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നു. അതാണ്. ഓക്കെ, ഇപ്പോൾ ട്യൂബ് ഷെല്ലിനകത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, അതിനു മുമ്പ് ഫ്ലൂയിഡ് പോകുന്നത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഈ ട്യൂബിൻ്റെ പുറത്തുകൂടെ ആണ് ഷെൽ സൈഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് പുറത്ത് പോകുന്നത്. ഓക്കെ,
അടുത്തതായി നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വി ആർ going to discuss about the temperature distribution diagram in a parallel flow heat exchanger. Okay. Temperature distribution diagram. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ബി കെയർഫുൾ. ഇപ്പോൾ വരച്ച ഡയഗ്രാമിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എൻട്രൻസിനും റൈറ്റ് സൈഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റും കാണിക്കുന്നു. ഇത് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ലൈനാണ്, കർവാണ് വരച്ചത്. താഴെ വരയ്ക്കുന്നത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ കർവാണ്. രണ്ട് ഫ്ലൂയിഡും ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ആവും. അപ്പോൾ T1, ക്യാപിറ്റൽ T1 എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡ് എൻ്റർ ആവുന്ന ടെമ്പറേച്ചർ, ക്യാപിറ്റൽ T2 കോൾഡ് ഫ്ലൂയിഡ്, ഹോട്ട് ഫ്ലൂയിഡ് ലീവ് ആവുന്ന ടെമ്പറേച്ചർ, സ്മാൾ T1 എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ ആവുന്ന ടെമ്പറേച്ചർ, സ്മാൾ T2 കോൾഡ് ഫ്ലൂയിഡ് ലീവ് ആവുന്ന ടെമ്പറേച്ചർ. ഇനി T1 മൈനസ് T2 ലെഫ്റ്റ് സൈഡിലുള്ളത് അതെന്ന് പറയുന്നത് θ1 ആണ്. റൈറ്റ് സൈഡിലുള്ള T2 മൈനസ് T2 അത് θ2 ആണ്. ഇനി ആരോസ് ഒരേ ഡയറക്ഷനിൽ കാണിക്കുന്നത് ഇതൊരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്നാണ് കാണിക്കുന്നത്. താഴത്തെ നമ്മുടെ എക്സ് ഡയറക്ഷനിലുള്ളത് ലെങ്ത് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ലെങ്ത് ആണ് കാണിക്കുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് എഴുതാം. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം ഇത്. അപ്പോൾ T1 ആൻഡ് ക്യാപിറ്റൽ T1 ആൻഡ് T2 എന്ന് പറയുന്നത് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡാണ്. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറാണ് ക്യാപിറ്റൽ T1 ആൻഡ് T2. സ്മാൾ T1 ആൻഡ് T2 എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ടെമ്പറേച്ചറാണ്. ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡാണ്. ഓക്കെ. ഇനി θ1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് ക്യാപിറ്റൽ T1 മൈനസ് സ്മാൾ T1 ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് θ1. ഇറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ. അടുത്ത θ2 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ടെമ്പറേച്ചർ, അതായത് ക്യാപിറ്റൽ T2 മൈനസ് സ്മാൾ T2 ആണ്. അതായത് റൈറ്റ് സൈഡ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണത്. ഇത് മാറിപ്പോകരുത്. ക്യാപിറ്റൽ T1 സ്മാൾ T1, ക്യാപിറ്റൽ T2 സ്മാൾ T2 ഒന്നും മാറരുത്. വേറൊന്നുമില്ല, നമ്മൾ ആ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കർവ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ക്യാപിറ്റൽ T1 നിന്ന് സ്മാൾ T1ലേക്ക്, ക്യാപിറ്റൽ T1 നിന്ന് ക്യാപിറ്റൽ T2ലേക്ക് കുറയുന്നു. കോൾഡ് ഫ്ലൂയിഡിൻ്റെ കർവ് എടുത്തു കഴിഞ്ഞാൽ സ്മാൾ T1 നിന്ന് സ്മാൾ T2ലേക്ക് ടെമ്പറേച്ചർ കൂടുന്നു. ഇത് ഓർത്താൽ മതി. ഓക്കെ. അടുത്തത് നമുക്കറിയാം, വി നോ ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു UA ഡെൽറ്റ T LM, അല്ലെങ്കിൽ UA LMTD. ഇതാണ് UA LMTD. LMTD എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അതിൽ LMTD എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയ θ1 മൈനസ് θ2 ആണ്. അത് എഴുതാം, ഒന്നെന്ന് എഴുതാം. T1 മൈനസ് സ്മാൾ T1 മൈനസ് ഓഫ് ക്യാപിറ്റൽ T2 മൈനസ് സ്മാൾ T2 ദ ഹോൾ ഡിവൈഡഡ് ബൈ ലോൺ T1 മൈനസ് T1
ക്യാപിറ്റൽ T1 മൈനസ് സ്മാൾ t1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T2 മൈനസ് സ്മാൾ t2 ആണ്. ഇതിൽ നമുക്കറിയാം =UA ഇൻറ്റു ക്യാപിറ്റൽ T1 മൈനസ് സ്മാൾ t1 പകരം θ1 എന്നും ക്യാപിറ്റൽ T2 മൈനസ് സ്മാൾ t2 പകരം θ2 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ Q =UA θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ ln ഓഫ് θ1 മൈനസ് θ2 എന്ന് വരും. ഇതാണ് നമ്മുടെ ക്യൂവിൻ്റെ ഇക്വേഷൻ ഫോർ എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, അപ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കർവ്സിൽ ആരോ ഇടുന്നത് ഒരു ഡയറക്ഷനിലിടുക. ക്യാപിറ്റൽ T1 ലെഫ്റ്റ് സൈഡിൽ, സ്മാൾ t2 ക്യാപിറ്റൽ T2 റൈറ്റ് സൈഡിൽ, അതേപോലെ സ്മാൾ t1 ലെഫ്റ്റ് സൈഡിൽ, സ്മാൾ t2 റൈറ്റ് സൈഡിൽ. ഇനി ഈ പറഞ്ഞ ഇക്വേഷനിൽ U എന്ന് പറയുന്നാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇൻ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. അതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. എ എന്ന് പറയുന്നത് അതിൻ്റെ സർഫസ് ഏരിയ ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്, ഇൻ മീറ്റർ സ്ക്വയർ. സർഫസ് ഏരിയ ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ മീറ്റർ സ്ക്വയർ, അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഇനി LMTD അല്ലെങ്കിൽ ΔTLM എന്ന് പറയുന്നത് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ അതേ യൂണിറ്റാണ്, അത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അപ്പോഴും നമ്മൾ LMTD മെത്തേഡ്